പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഹോർമോണിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ, നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോണിലൊക്കെ വ്യത്യാസം വരുമ്പം പ്രഗ്നൻസി ടൈമിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും കാണാറുള്ളത്. അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ ചില ക്രമക്കേടുകളൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. മൂക്കിന് കുറുകെ കാണുന്ന വര അല്ലെങ്കിൽ കഴുത്തിൽ കറുപ്പ് കളറ് കൂടുന്നൊരവസ്ഥ, ഇങ്ങനെ ചില ഭാഗങ്ങളിലായിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ ടൈപ്പോ അല്ലെങ്കിൽ ലൈനായിട്ടോ ബ്ലാക്ക് മാർക്സ് വരിക എന്നുള്ളത്. അപ്പോൾ അവർക്കെല്ലാം കൂടെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ. 2-3 ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ ചെറുചെണ്ണ വിത്തെടുത്തിട്ട് അല്പം വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതൊരു കൺസിസ്റ്റൻസി, നമുക്കറിയാലോ, ഒരു ക്രീം കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അത് ഒരു 3 സ്പൂണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലെടുക്കാം. അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടി പൗഡറാണ്. അങ്ങാടിക്കടയിലൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദത്തിൽ ഒരു സ്കിൻ ലൈറ്റനിങ് ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധമാണ്. അതുപോലെ അല്പം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും തന്നെ നമുക്ക് സ്കിന്നിന് വരുന്ന മെലാസ്മ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് തന്നെ മറ്റൊരു രീതിയിൽ തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്രീമായാലും നമുക്ക് നൈറ്റ് ക്രീമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫേസിൻ്റെ ആ ഒരു സാഗിങ് പ്രശ്നങ്ങളൊക്കെ മാറ്റാനായാലും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഏത് സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫേസ് ക്രീം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം നമുക്ക് ഏജിങ് സൈൻസ് ഒക്കെ കുറയ്ക്കാനും ഫ്ലാക്സ് സീഡ് ജെൽ എപ്പോഴും നല്ലതാണ്. മുഖത്ത് ചുളിവുകൾ വീഴുന്നത്, ഡ്രൈ സ്കിന്നുകാരാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ അനുഭവിക്കുന്നത്. കാരണം മുഖത്ത് പെട്ടെന്ന് ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. മഞ്ചിഷ്ട പൗഡർ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, ചിലരിലൊക്കെ തന്നെ അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്രീമായിട്ട് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അല്പം മഞ്ചിഷ്ട പൗഡർ കയ്യിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഉപയോഗിക്കുക. വർണ്ണീകരണത്തിൽപ്പെട്ട ഒരു പൗഡർ ആയതുകൊണ്ട് തന്നെ ഫേസിന് നല്ലൊരു ക്ലിയർ സ്കിന്നായി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പം എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് കൂടെ തന്നെ ഉള്ളിലേക്കുള്ള മെഡിസിൻസ് ഒക്കെ തന്നെ ഡോക്ടറിൻ്റെ അഡ്വൈസിൽ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മറ്റത് ഒത്തിരി നാളിത് ഉപയോഗിക്കേണ്ടി വരും. ഉള്ളിലേക്കുള്ള ഇൻറ്റേർണൽ മെഡിസിനും ഒരു ഡീടോക്സ്, നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും.